ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന i10 ഗ്രാൻഡ് ആണ്. അപ്പോൾ ഈ ഗ്രാൻഡ് i10നെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ കാണാം. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ 2014 മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. 70,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ റേറ്റും അതേപോലെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, എഞ്ചിൻ ഭാഗം, ബൂട്ട് സ്പേസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തുന്നതിനൊക്കെ മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ താഴെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേക്കും വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് i10. അപ്പോൾ ഗ്രാൻഡ് i10 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, പഴയ i10ൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഗ്രാൻഡ് i10 പുറത്തേക്ക് ഇറക്കിയത്. ഇത് ഒറ്റ നോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായി i20യുടെ ഒരു ചെറിയൊരു വെർഷനായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പക്ഷേ പവറും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ട്. വളരെയധികം വ്യത്യാസം BHPയിലും അതേപോലെ തന്നെ ടോർക്കും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. i20 വെച്ച് നോക്കുമ്പോൾ i20 പ്രീമിയം ക്ലാസ്സിൽ പെടുന്ന വാഹനമാണ്. ഇതാകുമ്പോൾ അതിൻ്റെ ലോവർ സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വാഹനം ഫുള്ള് ബ്ലാക്ക് തീമിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഇതിന് അലോയ് വീൽസോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതുകൂടാതെ തന്നെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂവും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. ടയർ ഭാഗം ശ്രദ്ധിച്ചേക്കാം. ടയർ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു 80% ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്താ പറയുക, നല്ലൊരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സ് അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സും സെയിം ക്വാളിറ്റി തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ബോഡി എന്ന് പറയുമ്പോൾ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ളൊരു സ്ക്രാച്ചസ് നമുക്ക് ഡോർ സൈഡിലും കാര്യങ്ങളൊക്കെ കാണാം. അതൊഴികെ ബാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല. റിയർ ഭാഗത്തെ ടയേഴ്സും വളരെ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടോപ്പിലാണ് ഇതിൻ്റെ ടോയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് CRDA ടെക്നോളജിയുടെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് റിമോട്ട് കീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ബീച്ച് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഇവിടെ കമ്പനി സീറ്റ് കവേഴ്സ് തന്നെയാണ് കാണുന്നത്. സീറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ചെറിയൊരു ഡിസൈനോട് കൂടി തന്നെ വന്നിരിക്കുന്ന സീറ്റ്സാണ്. ഡാഷ്ബോർഡൊക്കെ വളരെ ക്വാളിറ്റിയോട് തന്നെ ഇരിക്കുന്നു. നടുഭാഗത്ത് മിഡിലിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് ട്രിപ്പിൻ്റെയും ആ റീസെറ്റ് ബട്ടൺ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എയർ ബാഗ്സോ അങ്ങനത്തെ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ സാധാരണ നമ്മുടെ AC നോബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് ഒന്ന് ക്ലോസ് ലുക്ക് കാണിച്ചു തരാം. സീറ്റിൻ്റെ ഫാബ്രിക്കാണ് വളരെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. കമ്പനി ഫാബ്രിക് തന്നെയാണ്. ലെഗ് സ്പേസ് ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. റൂഫ് നോക്കണമെങ്കിൽ റൂഫും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ സീറ്റ് ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിയർ ഭാഗം കാണാം. ഇവിടെയും നമുക്ക് ആ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്ക് ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. റിയർ ഭാഗത്തേക്ക് AC വെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ തന്നെ നോവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി ഫീൽ തന്നെയാണ് ഈ വാഹനം നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഹ്യുണ്ടായി ഗ്രാൻഡ് i10ൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. ഇത് CRDA ടെക്നോളജി വന്നിരിക്കുന്നത് ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ മൈലേജും കാര്യങ്ങൾ നോക്കിയാൽ നമുക്കൊരു 17 കിലോമീറ്റേഴ്സ് തൊട്ട് മൈലേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾക്ക് കാണാം. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാവുന്നതാണ്.
അടുത്തത് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ബൂട്ട് സ്പേസൊന്നും ഈ വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കാരണം ഇത് ചെറിയ വാഹനമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാൻഡ് ഐറ്റൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ആ ഒരു എന്താ പറയുക, വാഗണാറിലും അതേപോലെ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന, സ്വിഫ്റ്റിൻ്റെ അത്രയില്ല എന്നാലും വാഗണാറിലൊക്കെ കാണുന്ന ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ലിഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. സീറ്റിൽ നമുക്ക് സീറ്റ് ഡൗൺ ചെയ്തിട്ട് ബൂട്ട് സ്പേസ് കൂട്ടാനുള്ള ഓപ്ഷൻ കൂടി ഈ റിയർ സീറ്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ചെയ്താവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വിലഭാഗം സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു i10 ഗ്രാൻഡ് ഇപ്പോൾ ഫുൾ വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 2014 മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. റേറ്റൊക്കെ പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് സ്ക്രീനിൽ രണ്ട് സൈഡിലും കാണാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ രണ്ട് ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കൂടി ഞാൻ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ റേറ്റ് പറയുന്നത് 3,85,000 ആണ്. 3,85,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോന് താഴെ നമ്പറിനകത്തേക്ക് വിളിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അഡ്വാൻസ് വേണമെങ്കിൽ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ലോൺ വേണമെങ്കിൽ ലോൺ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നമ്പറിനകത്തേക്ക് വിളിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അതിൻ്റെ ആളല്ല. അതിൻ്റെ പേരിലാണ് നിങ്ങളിലേക്ക് പലരിലേക്കും എനിക്ക് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പറയാൻ പറ്റാതെ. ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരിലേക്കും എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. 3,85,000 രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് നമ്മൾ വേറെ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ തരാം.